SDP-യുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്ഷോഭിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് അതിന് താത്വികമായ വിശദീകരണം നൽകുന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയോട് സർജിക്കൽ സ്ട്രൈക്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് കേട്ടോ. 2018 കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കൊലപാതകം അരങ്ങേറി. അത് സംഭവിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു. അന്ന് കൊല്ലപ്പെട്ടത് SFI പ്രവർത്തകനായ അഭിമന്യുവാണ്. കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അഭിമന്യു SFIയുടെ നേതാവ് മാത്രമല്ല, ഇടുക്കിയിലെ തമിഴ് തൊഴിലാളികളായ മനോഹരന്റെയും ഭൂപതിയുടെയും മകനാണ് കേട്ടോ. നവാഗതരെ വരവേൽക്കാൻ വേണ്ടി ചുവരെഴുത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ തർക്കമുണ്ടായി. ഒരു വശത്ത് SFI ആയിരുന്നു, മറുവശത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ KSU ആയിരുന്നില്ല, മറിച്ച് PFIയുടെ SDP-യുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ആയിരുന്നു. ആ ഏറ്റുമുട്ടലിലാണ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ കത്തിക്കിരയായി ഈ പറയുന്ന അഭിമന്യു രക്തസാക്ഷിയായത്. അന്നത്തെ കേസ് അന്വേഷിച്ച പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് SDP-യുടെ സഹായത്തോടുകൂടിയാണ് കൊലപാതകം നടന്നത് എന്നാണ്. എന്ന് മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ന്യൂമാൻ കോളേജിൽ അധ്യാപകനായ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം, ആ സംഭവത്തിലെ പ്രതിയായ മനാഫ് ഈ കേസിൽ ഈ പറയുന്ന അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ 13ാമത്തെ പ്രതിയുമാണ്. അപ്പോൾ SDP-ക്ക് വ്യക്തമായ ബന്ധമുണ്ട് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിൽ. അന്ന് അഭിമന്യുവിന്റെ നിർജീവമായ ശരീരത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരമ്മ കരഞ്ഞത് കേരളം മറക്കാനിടയില്ല. ഞാൻ പെറ്റ മകനെ എൻ കിളിയെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ അമ്മ പൊട്ടിക്കരഞ്ഞത്. ആ ഞാൻ പെറ്റ മകനെ എൻ കിളിയെ എന്ന് പറയുന്ന ദീനവിലാപമുണ്ടല്ലോ, അത് ഓർക്കുന്നുണ്ട് എങ്കിൽ ഒരു നിമിഷം പോലും വേണ്ട കേട്ടോ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പിണറായി വിജയന്, MA ബേബിക്ക്, ഈ പറയുന്ന CPM-ന്റെ നേതൃത്വത്തിന്. അതിന്റെ ഇന്റഗ്രിറ്റി അവർ കാണിക്കണം. അല്ലാത്ത പക്ഷം ഒരിക്കൽ കൂടി പറയട്ടെ, ഞാൻ പെറ്റ മകനെ എൻ കിളിയെ എന്ന് പറയുന്ന അമ്മയുടെ ദീനവിലാപമുണ്ടല്ലോ, അത് നിങ്ങളെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന്